LDF ഭരിക്കുന്ന പത്തനംതിട്ട കോന്നി റീജിയണൽ സഹകരണ ബാങ്കിൽ നിക്ഷേപം തിരികെ ലഭിക്കാത്തതിനാൽ നിക്ഷേപകൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. കോന്നി പയ്യനാമണ്ണ് സ്വദേശി ആനന്ദനാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. ആനന്ദൻ നേരത്തെ 3 മാസത്തെ പലിശ വാങ്ങിയിരുന്നുവെന്നും ബാങ്കിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെന്നുമാണ് അധികൃതരുടെ പ്രതികരണം. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് ആനന്ദൻ അമിത അളവിൽ ഗുളിക കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററുള്ള ആനന്ദന്റെ നില ഗുരുതരമായി തുടരുന്നു. കോന്നി റീജിയണൽ സഹകരണ ബാങ്കിൽ 11 ലക്ഷം രൂപയോളം ആനന്ദന് നിക്ഷേപം ഉണ്ടായിരുന്നു. ഏറെക്കാലമായി പണത്തിനായി ബാങ്കിൽ കയറിയിറങ്ങുകയാണ്. കഴിഞ്ഞ ദിവസവും ബാങ്കിൽ പോയി പണം ലഭിക്കാതെ വന്നതോടെയാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതെന്ന് കുടുംബം. എനിക്കിനി ജീവിക്കേണ്ട ഞാൻ ഇത്രയും നാളും കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുതലെല്ലാം പോയി എന്നും പറഞ്ഞെടുത്ത് കഴിക്കുകയായിരുന്നു. പണം ആവശ്യപ്പെട്ട് കഴിഞ്ഞ നവംബർ മാസത്തിൽ ആനന്ദൻ ബാങ്കിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചിരുന്നു. പണം തിരികെ ലഭിക്കാൻ ഹൈക്കോടതിയുടെ അനുകൂല ഉത്തരവും സമ്പാദിച്ചു. പണം തിരികെ നൽകാമെന്ന് ബാങ്ക് ഭരണസമിതി ഉറപ്പ് നൽകി. എന്നാൽ മാസങ്ങൾ പിന്നിട്ടിട്ടും പലിശ മാത്രമാണ് ബാങ്കിൽ നിന്ന് ലഭിച്ചതെന്ന് കുടുംബം പറയുന്നു. കഴിഞ്ഞ ദിവസം ആനന്ദൻ ബാങ്കിൽ വന്നിരുന്നു. 3 മാസത്തെ പലിശ നൽകിയതായും മറ്റു പ്രശ്നങ്ങൾ ഉണ്ടായില്ലെന്നും ബാങ്ക് അധികൃതർ വിശദീകരിക്കുന്നു. ബാങ്കിന് വലിയ സാമ്പത്തിക ബാധ്യതയുണ്ടെന്നും സെക്രട്ടറി. ബാങ്കിൽ നിന്ന് എടുത്തുകൊണ്ട് പോയവർ കുറെ അടയ്ക്കാനുണ്ട്. ലോൺ ഇനത്തിലൊക്കെ കുറെ ബാങ്കിന് കിട്ടാനുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ റിക്കവറി ബാങ്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരിക്കും. പക്ഷേ ഈ സംഭവമായിട്ട് ബാങ്കിന് ബന്ധമില്ല. നമുക്ക് ഇന്നലെ വന്ന് പുള്ളി പലിശ മേടിച്ച് പോവായിരുന്നു. അല്ലാതെ ഒരു സംസാര വിഷയമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. അതേസമയം നിരവധി പേരാണ് ബാങ്കിൽ നിക്ഷേപം പിൻവലിക്കാൻ ദിവസവും എത്തുന്നത്. എനിക്ക് 4-5 ലക്ഷം രൂപ ആയിട്ടാണ്. ഇന്ന് തരാം, നാളെ തരാം. ഞാൻ 3 വർഷം കൊണ്ട് നടക്കുക. 2000 രൂപ 1000 രൂപ വെച്ചിട്ടായിട്ടാണ്. 2017 കോന്നി റീജിയണൽ ബാങ്കിൽ കോടികളുടെ ക്രമക്കേട് കണ്ടെത്തുന്നത്. തുടർന്ന് നിക്ഷേപകർക്ക് പണം തിരികെ നൽകാൻ കഴിയാത്ത അവസ്ഥയായി. സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട ക്രൈംബ്രാഞ്ച് അന്വേഷണം പുരോഗമിക്കുകയാണ്. AB ജയശങ്കർ, 24, പത്തനംതിട്ട.